നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൂൺ 9 കാലാവധി തീരുന്ന റാങ്ക് ലിസ്റ്റുകാർക്ക് രക്ഷകനായി രമേശ് ചെന്നിത്തല. 43 പേർക്ക് സബ് ഇൻസ്പെക്ടർമാരാകാം. തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരറുക്കാം എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും കർഷകരെയും പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. വാർത്തകൾ വിശദമായി. ജൂൺ 9 കാലാവധി തീരുന്ന റാങ്ക് ലിസ്റ്റുകാർക്ക് രക്ഷകനായി രമേശ് ചെന്നിത്തല. 43 പേർക്ക് സബ് ഇൻസ്പെക്ടർമാരാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉത്തരവിലൂടെ കാലാവധി തീരാൻ കേവലം ദിവസങ്ങൾ മാത്രമുള്ള സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന 43 പേർക്ക് നിയമനം ലഭ്യമാകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. 2025 ജൂൺ മാസം 9 PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. 2026 ജൂൺ 9 ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇതോടെ ഇവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി സർക്കാർ നീട്ടിയെങ്കിലും ഇവർക്ക് ഈ ഉത്തരവ് ബാധകമല്ലാതെ വന്നു. ഇതോടെയാണ് ഉദ്യോഗാർത്ഥികൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമീപിച്ച് തങ്ങളുടെ അവസ്ഥ പങ്കുവച്ചത്. ഇവർ നൽകിയ പരാതിയിൽ അടിയന്തര നടപടിയുണ്ടാകണമെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി. അർഹതപ്പെട്ട ഒരാളുടെയും ജോലി നഷ്ടപ്പെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് 43 ഉദ്യോഗാർത്ഥികൾക്ക് സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ നിയമനം ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായത്. തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരറുക്കാം എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൃശൂർ റൂറൽ ജില്ലയിലെ 500 സ്കൂളുകളിലെ കുട്ടികൾക്കായി നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത്. നെയിം സ്ലിപ്പുകളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് മാള കോട്ടക്കൽ SGHSSൽ വെച്ച് യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിക്കും. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശങ്ങളും പോലീസിന്റെ അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളും ആലേഖനം ചെയ്ത നെയിം സ്ലിപ്പുകളാണ് തൃശൂർ റൂറൽ ജില്ലയിലെ 500 സ്കൂളുകളിലെ കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യുക എന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ ആശയമാണ്. പുസ്തകങ്ങളിൽ ഒട്ടിക്കുന്ന ഈ നെയിം സ്ലിപ്പുകൾ വഴി കുട്ടികളിലേക്കും അതുവഴി അവരുടെ കുടുംബങ്ങളിലേക്കും പോലീസിന്റെ സുരക്ഷാ സന്ദേശങ്ങൾ നേരിട്ട് എത്തുമെന്നതിനാൽ ഇത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ വലിയ സുരക്ഷാ ബോധവും ജാഗ്രതയും വളർത്താൻ സഹായിക്കും. മോദി തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന് TJ ആഞ്ചലോസ്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും കർഷകരെയും പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് പറഞ്ഞു. AITUC ദേശീയ ജനറൽ കൗൺസിലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിളംബര റാലി ഹൈറോഡിലെ 5 വിളക്കിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തെ സ്മരിക്കുകയും പുതിയ തലമുറയ്ക്ക് അവയെ പരിചയപ്പെടുത്തി കൊടുക്കുകയുമാണ് ലേബേഴ്സ് ബ്രദർഹുഡ് സ്മരണയുടെ വിളംബര റാലിയിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്രദർഹുഡ് സ്മരണയുടെ വിളംബര റാലിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് വഴി നടക്കാനും വിദ്യാഭ്യാസത്തിനും കൂലിക്കുമെല്ലാം സമരം നടന്നിട്ടുള്ള നാടാണ് നമ്മുടേതെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തണം. അത്തരം പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് നിസ്സാരമെന്ന് തോന്നുന്ന പല അവകാശങ്ങളും നേടിയെടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്ത പല അവകാശങ്ങളും മോഡി ഭരണത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ ഒട്ടനവധി അവകാശങ്ങൾ കേന്ദ്ര BJP ഭരണത്തിൽ ഹനിക്കപ്പെട്ടു. ഇപ്പോൾ ലേബർ കോഡുകളിലൂടെ അധ്വാനിക്കുന്നവനെ അടിമകളാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളികൾ സംയുക്തമായി ദേശവ്യാപക പ്രക്ഷോഭം ഓഗസ്റ്റിൽ സംഘടിപ്പിക്കുമെന്ന് TJ ആഞ്ചലോസ് കൂട്ടിച്ചേർത്തു. 1936 തൃശൂർ പട്ടണത്തിലെ 5 വിളക്കിൽ നിന്ന് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മെയ് ദിന റാലിയുടെ പുനരാവിഷ്കാരമായിട്ടാണ് വിളംബര റാലി നടത്തിയത്. അന്നത്തെ പ്രകടനത്തിന് നേതൃത്വം നൽകിയ 7 പേരെ സ്മരിച്ചുകൊണ്ട് ബാൻഡ് വാദ്യത്തിന്റെയും കൊടിയേന്തിയ 7 നേതാക്കളുടെയും അകമ്പടിയോടെയായിരുന്നു ജാഥ.
ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TK സുധീഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MR സോമനാരായണൻ, KS ജയ, T പ്രദീപ് കുമാർ, AITUC ജില്ലാ ഭാരവാഹികളായ PK കൃഷ്ണൻ, VR മനോജ്, ജെയിംസ് റാഫേൽ, M രാധാകൃഷ്ണൻ, PP ശൈലിഷ്, KK ശിവൻ, PD റജി, VK ലതിക തുടങ്ങിയവർ സംബന്ധിച്ചു. ലയൺസ് ക്ലബ് പുത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഹല്യ ആശുപത്രിയുടെ സഹകരണത്തോടെ കണ്ണ്, ചെവി, ഡയബറ്റിക് എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുത്തൂർ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബിജു പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. GGPL അധ്യക്ഷത വഹിച്ചു. കെന്നഡി തോമസ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, സോണൽ ചെയർപേഴ്സൺ പീറ്റർ സേതുമാധവൻ, ജോബി ജോസ്, സഞ്ജു ബാബു എന്നിവർ സംസാരിച്ചു. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മാറാവുന്ന രോഗങ്ങളാണ്. അതുപോലെ അതിസമ്പന്നരുടെ ഒരു സംഘടനയായിരുന്നു പ്രസ്ഥാനം. അത് സിറ്റികളിൽ മാത്രമായിരുന്നു അതിന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ച് നടന്നിരുന്നത്. ഇപ്പോ അതിസമ്പന്നരാവണമെന്നില്ല. അതായത് നമ്മളുടെ വീട്ടിൽ ചെലവഴിച്ചിട്ട് കുറച്ച് മറ്റുള്ളവർ സഹായിക്കാവുന്ന ഒരു മനസ്സും കുറച്ച് സമ്പാദ്യം ഉണ്ടെങ്കിൽ ആർക്കും ലയൺസ് പ്രസ്ഥാനത്തിൽ ചേരാവുന്ന അത്രയും ജനകീയമായി മാറി. ഏകദേശം 15 ലക്ഷം മെമ്പർമാരാണ് ലോകത്താകമാനമുള്ളത്. 200-ലധികം രാജ്യങ്ങളിൽ ലയൺസ് പ്രസ്ഥാനമുണ്ട്. അപ്പൊ ഈ സർവീസ് ചെയ്ത് ഇത്രയും വലിയ പ്രസ്ഥാനം ലോകത്തില്ല. അതിന്റെ പുത്തൂർ ക്ലബ്ബ് ഇവിടെ തുടങ്ങിയിട്ട് 3 മാസമേ ആയിരുന്നു. എന്നിരുന്നാലും പുത്തൂർ ക്ലബിന്റെ ചൈത്രയാത്ര വളരെ ശക്തമാണ്. വളരെ ചുരുക്കുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബിജു പുറത്തൂർ എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രൊഫഷണൽ പ്രൊജക്ടിനായ ആളാണ്. ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രി സംയോജിച്ച് നടക്കുന്ന സൗജന്യ നേത്ര പരിശോധനയും അതുപോലെ തന്നെ ഡയബറ്റിക് കേൾവി പരിശോധനയും കൂടി നടത്തുന്ന ഈ സംരംഭം വൻ വിജയമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ ഞാനിവിടെ രജിസ്റ്റർ പരിശോധിച്ചിട്ട് 100-ലധികം പേര് ഇവിടെ പങ്കെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും കൂടി ഇതേ സ്ഥലത്ത് വെച്ച് നമ്മുടെ കണ്ണ് പരിശോധന നടത്തിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ ആൾക്കാരുടെ ഒരു ജനക്കൂട്ടം ഇവിടെ വന്ന് ഈ ഒരു പരിപാടി വിജയിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും അർപ്പിച്ചോളൂ. തുടർന്നും ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുമായി സംയോജിച്ചിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തുമായി സംയോജിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ലയൺസ് ക്ലബിന്റെ വലിയൊരു പങ്ക് ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രം ഇവരോട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ നന്മകളും നേരിടുന്നു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും
ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. SSLC +2 വിജയികളെ അനുമോദിച്ച് മഹാത്മാ കരുമത്ര. 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷയിൽ കരുമത്ര വടക്കേക്കര 2ാം വാർഡിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിൽ ചെന്ന് ഉപഹാരം നൽകി അനുമോദിച്ചു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് ഇറക്കാട്ട് അധ്യക്ഷനായി. ഭാരവാഹികളായ വിനോദ് മാടവന, ജെയിംസ് കുണ്ടുകുളം, A. ബഷീർ, KB പ്രസാദ്, CO അലോഷ്യസ്, PJ ഷാരോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2025-26 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കി മികച്ച വിജയം കരസ്ഥമാക്കിയ എമിൻ ഫ്രാൻസിസിനെ കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വീട്ടിൽ വന്ന് അനുമോദിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മുഴുവൻ വിഷയത്തിനും A+ കിട്ടുക എന്നുള്ളൊരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവം കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു മികവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഫുൾ A+. തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പഠനത്തിൽ നടത്തി മികവ് പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര മികച്ച വിജയം കരസ്ഥമാക്കുവാൻ എമിന് സാധിച്ചിട്ടുള്ളത്. എമിൻ്റെ ഈ വിജയത്തിൽ എമിനെ പോലെ തന്നെ എമിൻ്റെ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും ഈ വിജയത്തിൽ പങ്കാളികളാണ്. തീർച്ചയായും നാളുകളിൽ ഇതിലും വലിയ വിജയങ്ങൾ എമിന് കരസ്ഥമാക്കട്ടെ. അത്തരം വിജയങ്ങളിൽ കൂടി വീടിനും നാടിനും എല്ലാം അഭിമാനമായി മാറാൻ എമിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ വിരമിച്ചു. കർത്തവ്യനിരതമായ 3 ദശാബ്ദങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ PM സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ചു. പാലക്കാട് സ്വദേശിയായ അദ്ദേഹം ചാത്താന്നൂർ സ്കൂളിലും വട്ടനാട്ട് സ്കൂളിലും അധ്യാപകനായിരുന്നു. 2017 ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി അടിമാലി, മാള, തൃശൂർ ഉപജില്ലകളിൽ പ്രവർത്തിച്ചു. 2024 കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി. തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലും തൃശൂരിലും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രവർത്തിച്ചു. പ്രളയകാലത്തും കോവിഡ് കാലത്തും വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന നിലയിൽ ബാലകൃഷ്ണന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമായിരുന്നു. കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരിക്കെ ജില്ലയ്ക്ക് 100% വിജയം കൈവരിക്കുന്നതിനായി വലിയ ഇടപെടൽ നടത്തി. 2025 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂർ ആതിഥേയത്വം വഹിച്ചപ്പോൾ കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും പരാതികളൊന്നുമില്ലാതെ കലോത്സവം വൻ വിജയമാക്കാനും സാധിച്ചു. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ ജില്ലയിലെ 1007 സ്കൂളുകളിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ബാലകൃഷ്ണൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. കുട്ടനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഷീന P. ശങ്കറാണ് ജീവിത പങ്കാളി. മക്കൾ ഗായത്രി, ജയശങ്കർ. ഫണ്ട് അനുവദിച്ചിട്ടും നവീകരണ പ്രവൃത്തികൾ നടത്താതെ തമ്പുരാട്ടിമൂല വെട്ടുകാട് തോണിപ്പാറ റോഡ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധം. ജോസഫ് വെട്ടുകാടാണ്. ഞാനിപ്പോൾ ഇവിടെ തമ്പുരാട്ടിമൂല തോണിപ്പാറ വെട്ടുകാട് റോട്ടിലാണ്. ഇതുവഴി വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം? ഇതേപോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും ശരീരവേദനയാണ്. എല്ലാ കുഴിയും ചാടി വണ്ടിക്ക് പണിയാണ്. വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. വളരെ പ്രയാസകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വഴിക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. മഴയത്ത് ഞങ്ങൾ വണ്ടി നിർത്താനുള്ള ഉദ്ദേശമാണ്.
അധികാരികളോട് പറഞ്ഞിട്ട് നടപടികളൊന്നും സ്വീകരിക്കണില്ല. പഞ്ചായത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് സ്ഥിതി. ഓട്ടോറിക്ഷകൾ പോലും പോകുന്നതിൽ കടുത്ത പ്രയാസവും ബുദ്ധിമുട്ടാണ് ഈ വഴി. വെട്ടുകാട്, തമ്പുരാട്ടിമൂല, തോണിപ്പാറ, വലക്കാവ്, പുത്തൂർ, നടത്തറ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. എളുപ്പത്തിൽ വെട്ടുകാട് നിന്ന് പോകാൻ കഴിയാവുന്നതാണ്. പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ടെൻഡറിങ് നടപടികൾ പൂർത്തീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്ന് എഗ്രിമെൻ്റ് വെപ്പിക്കുന്ന കാര്യത്തിൽ ഭരണാധികാരികൾ നിഷ്ക്രിയത്വം കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് പണി ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മഴ ആരംഭിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡ് മെയിൻ്റനൻസിനാണ് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ നേരത്തെ ടെൻഡറിങ് നടപടികൾ പൂർത്തീകരിച്ച ചില വാർഡുകളിലൊക്കെ എഗ്രിമെൻ്റ് വെപ്പിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് മുമ്പ് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് പണി നടത്തി. പക്ഷെ ആ ഒരു താല്പര്യം തമ്പുരാട്ടിമൂല റോഡിൻ്റെ കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. വളരെ സങ്കടകരമാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു വാഹനം കൊണ്ടുപോകണമെങ്കിൽ പോലും കഴിയാൻ പറ്റാത്ത സ്ഥിതി. എങ്ങനെയാണ് ഇതുവഴിയുള്ള യാത്ര? ഭയങ്കര ദുരിതമാണ്. അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അവരാരും ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാസ്സായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലെ ഇരുചക്ര വാഹനത്തിന് പോലും ഏറ്റവും ബുദ്ധിമുട്ട് ഇരുചക്ര വാഹനമാണ്. അത് ഈ നമുക്ക് നടത്തറ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു പ്രധാന റോഡ് കൂടിയാണല്ലോ അല്ലേ ഇത്? നടത്തറ മാത്രമല്ല, വലക്കാവ്, പട്ടിക്കാട്, പീച്ചി, ഇതിലേക്കെല്ലാം കണക്ഷൻ റോഡാണ്. വിവിധ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയാത്ത വഴിയാണ്. അതാണ് ഇങ്ങനെ വളരെ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ കിട്ടുന്നത്. ബൈക്ക് അപകടത്തെ തുടർന്ന് യുവാവിന് ഗുരുതര പരിക്ക്. മണ്ണുത്തി ചിറക്കേക്കോട് റോഡിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് മുക്കാട്ടുകര സ്വദേശി രോഹിത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ മണ്ണുത്തി ഹൈവേ പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. കട്ടിലപ്പുവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നവീകരിച്ച മരോട്ടിച്ചുവട് മോർ ഗ്രിഗോറിയോസ് കുരിശടി കൂദാശയ്ക്കായി ഒരുങ്ങി. സഭാ കേസുകൾ പ്രതിസന്ധി സൃഷ്ടിച്ച കാലഘട്ടത്തിൽ യാക്കോബായ വിശ്വാസികൾക്ക് സ്വന്തമായി ഒരു കുരിശടി എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി മരോട്ടിച്ചുവട് ദേശത്ത് 1980കളുടെ ആദ്യ പകുതിയിൽ
പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിൽ ഒരു കുരിശടി പണിയുകയും ഇടവക മെത്രാപ്പൊലീത്ത തോമസ് മോർ ദിവാനിയസ് മെത്രാപ്പൊലീത്ത ഈ കുരിശടി കൂദാശ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 2022 വരെ ഇടവകയുടെ പ്രധാന പെരുന്നാൾ റാസ ഈ കുരിശടിയിലേക്കായിരുന്നു വന്നിരുന്നത്. എല്ലാ വർഷവും നവംബർ ആദ്യ ആഴ്ചയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഇവിടെ നടത്തിവരുന്നു. എല്ലാ മാസവും 1-ാം ശനിയാഴ്ച കുരിശടിയിൽ സന്ധ്യാപ്രാർത്ഥന നടത്തിവരുന്നു. ഇടവകയുടെ മാത്രമല്ല നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമാവുകയും ചെയ്ത കുരിശടി സ്ഥലപരിമിതികൾക്കുള്ളിലും ഇടവക ജനങ്ങളുടെ ശ്രമഫലമായി പുനർനിർമ്മാണം നടത്തണമെന്ന ദേശവാസികളുടെ ആഗ്രഹ പൂർത്തീകരണം നടന്നു. മരോട്ടിച്ചോട് സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് ആ ദൗത്യം ഏറ്റെടുത്ത് ഇന്ന് മനോഹരമായ ഒരു കുരിശടിയായി തലയെടുപ്പോടെ കൂദാശയ്ക്കായി ഒരുങ്ങി നിൽക്കുകയാണ്. തൃശൂരിൽ വിഷരഹിത മാമ്പഴമേള, നാടൻ രുചിയുമായി മാമ്പഴക്കൂട്ടം. തൃശൂർ KTDC യാത്രാനിവാസിൽ മാമ്പഴക്കൂട്ടം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാമ്പഴമേളയ്ക്ക് തുടക്കമായി. മെയ് 29 മുതൽ ജൂൺ 2 വരെ നീണ്ടു നിൽക്കുന്ന മേള രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ രീതിയിൽ പഴുപ്പിച്ചെടുത്ത മാമ്പഴങ്ങളുടെ വിപണനമാണ് ലക്ഷ്യമിടുന്നത്. മേളയുടെ പ്രധാന ആകർഷണം എല്ലാ ഇനം മാമ്പഴങ്ങൾക്കും കിലോയ്ക്ക് 80 രൂപ എന്ന ഏകീകൃത വില ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. കാട്ടുപാതി, നീലം, ബദാമി, അൽഫോൺസ, മല്ലിക, മയൂരി, സിന്ദൂരം, റുമാനി തുടങ്ങി 40-ലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുക്കിയിട്ടുണ്ട്. മാമ്പഴങ്ങൾക്ക് പുറമെ ചക്കയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. കുന്നംകുളം, കൊടുങ്ങല്ലൂർ, ആലത്തൂർ, വടക്കാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകർ വിളവെടുത്ത ഉൽപ്പന്നങ്ങളാണ് മേളയിൽ എത്തുന്നത്. മാമ്പഴ വിഭവങ്ങളായ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസം എന്നിവയും മേളയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. 45ഓളം തൊഴിലാളികളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് കർഷകരുടെ ഈ സംരംഭം യാഥാർത്ഥ്യമായത്. രാസപദാർത്ഥങ്ങളോ മരുന്നുകളോ ഉപയോഗിക്കാതെ പഴുപ്പിച്ച മാമ്പഴങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ഈ മേള ആരോഗ്യകരമായ ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു അവസരമാണ്. പിസ്റ്റൾ രൂപത്തിലുള്ള ആയുധവും 3 ഗ്രാം MDMA-യുമായി 5 പേർ പിടിയിൽ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 ഗ്രാം MDMA-യുമായി ആനക്കല്ല് സ്വദേശികളായ തോണിവളപ്പിൽ വീട്ടിൽ അഭിലാഷ്, ഐനിക്കുന്നൻ വീട്ടിൽ അനിരുദ്ധ്, പാലക്കാട് മന്തക്കാട് സ്വദേശിയായ കണ്ണങ്കളത്തിൽ വീട്ടിൽ മനു പ്രസാദ്, പെരിന്തൽമണ്ണ തൂത സ്വദേശിയായ വീട്ടിക്കുന്നത്ത് വീട്ടിൽ കിരൺ ദേവ്, ചിറ്റിശ്ശേരി സ്വദേശിയായ കണ്ണത്തോട വീട്ടിൽ വിഷ്ണുജിത്ത് എന്നിവരെയാണ് ആനക്കല്ലിൽ വെച്ച് നെടുപുഴ പോലീസ് പിടികൂടിയത്. പുലർച്ചെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുനിലും സംഘവും നൈറ്റ് പട്രോളിംഗിനിടയിൽ വാഹന പരിശോധന നടത്തുന്ന സമയം സംശയം തോന്നി പരിശോധിച്ചതിലാണ് വാഹനത്തിൽ നിന്ന് 3 ഗ്രാം MDMA-യും പിസ്റ്റൾ രൂപത്തിലുള്ള ആയുധവും കണ്ടെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 9 കാലാവധി തീരുന്ന റാങ്ക് ലിസ്റ്റുകാർക്ക് രക്ഷകനായി രമേശ് ചെന്നിത്തല. 43 പേർക്ക് സബ് ഇൻസ്പെക്ടർമാരാകാം. തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരറുക്കാം എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും കർഷകരെയും പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.